സർ, ലൂസിഡ് ഡ്രീമിംഗ് എന്താണ്? അതിനുള്ള മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുക? ഓൾസോ അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഓക്കെ, നല്ല ചോദ്യമാണ്. ആക്ച്വലി ഈ ലൂസിഡ് ഡ്രീം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ഡ്രീമുമായിട്ടുള്ളൊരു വ്യത്യാസം, ഇതിനകത്ത് നമ്മൾ ഡ്രീം കാണുവാണെന്ന് നമുക്കറിയാം. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡ്രീം കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിധത്തിലുള്ളൊരു വിഷ്വലൈസേഷൻ എന്ന് വേണേൽ പറയാം. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വൈകിട്ട് ഉറങ്ങാൻ കിടക്കുക. അപ്പോൾ ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ ടെക്നിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം കഴിഞ്ഞ് ഉറങ്ങാനായിട്ട് കിടക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ലൂസിഡ് ഡ്രീമിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ലൂസിഡ് ഡ്രീം എടുത്തുകൊണ്ട് അതിൻ്റെ അനുഭവത്തിൽ നുകർന്ന് കിടക്കാം. പക്ഷെ അത് നമ്മുടെ ഒരു ഗോള്, അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ കരിയർ ഓപ്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്ന ആ സംഭവം അതിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ, ചെയ്യാനായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് പെട്ടെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന നമ്മളുടെ മൈൻഡിനെ കൂടെ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള പ്രധാന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പല പ്രോബ്ലംസും ഉണ്ട്. അത് സോൾവ് ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ട് കിടന്നിട്ട് ആ സാധനം അതിന് ശേഷം നമുക്ക് ഈസിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ച് തോമസ് എഡിസനാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഈ ഏതാണ്ട് 1092 കണ്ടുപിടുത്തങ്ങളുണ്ടായിരുന്നു, പേറ്റൻ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ. ഇത്രയും കൂടുതൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ചോദിച്ചപ്പോൾ, ഞാൻ രാത്രി സ്വപ്നം കാണുന്നു, ഇവിടെ വന്നിട്ട് രാവിലെ അത് ഉണ്ടാക്കുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പിന്നെ നമുക്ക് എപ്പോഴും ലൂസിഡ് ഡ്രീം ഉപയോഗിച്ച് എൻഹാൻസ്ഡ് ക്രിയേറ്റിവിറ്റി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് നമ്മൾ ഭയപ്പെടുത്തുന്ന സംഭവങ്ങളെ നമുക്ക് ഒതുക്കാൻ പറ്റും. ഓവർകമ്മിങ് നൈറ്റ് മെയർസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ഹീലിങ്ങും ഈ സെൽഫ് ഡിസ്കവറിക്കും വളരെ നല്ലതാണ്. എന്താണ്, നമ്മൾ തന്നെ ഇമോഷണൽ ഹീൽ ചെയ്യും, സെൽഫ് ഡിസ്കവറി. അതുപോലെ തന്നെ ഈ ആങ്സൈറ്റി കുറയുക, സ്ട്രെസ്സ് കുറയുക, ഇതിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സ്കില്ലുകൾ, പ്രത്യേകിച്ച് പർട്ടിക്കുലർലി ഫിസിക്കൽ സ്കില്ലുകൾ എൻഹാൻസ് ചെയ്യാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്കില്ല് മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, വീണ്ടും വീണ്ടും അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ പിന്നെ 36 ചേംബർ ഓഫ് ഷവോലിൻ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ ചാലഞ്ച് നേരിട്ട് കഴിഞ്ഞപ്പോൾ രാത്രിയിൽ കാലുകൊണ്ടൊക്കെ അത് നേരിട്ടുകൊണ്ടിരിക്കുക ഉറക്കത്തിൽ എന്ന് പറഞ്ഞെങ്കിൽ വളരെ ഭയങ്കര ഹൈലി ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഒരുപക്ഷെ ഞാനൊരു പിന്നെ ഞാൻ എൻ്റെ ടീനേജിനകത്ത് ആ സമയത്ത് ആ മൂവി കണ്ടില്ലായിരുന്നു, ഒരു പക്ഷേ ഞാൻ ഇന്നത്തെ നിലയിലാവില്ലായിരുന്നു. കാരണം എനിക്ക് അതിൽ നിന്ന് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടിയതാണ്. അപ്പോൾ ഒരു എൻഹാൻസ്ഡ് ഫിസിക്കൽ സ്കില്ലിന് ഇത് നല്ലതാണ്. ഈ ലൂസിഡ് ഡ്രീം തെറാപ്പി എന്ന് പറഞ്ഞ ഒരെണ്ണം തന്നെ ഉണ്ട്, LDT എന്ന് പറയും. അങ്ങനെ നമുക്കൊരു തെറാപ്പി ആയിട്ട് തന്നെ കൊടുത്തിട്ട് എല്ലാ ദിവസവും നമ്മൾ ലൂസിഡ് ഡ്രീമോട് കൂടി തന്നെ ഉറങ്ങാം. നമ്മുടെ ചില പ്രശ്നങ്ങൾ അതിൽ പൊക്കോളും. പിന്നെ ഈ ഇപ്പം നമുക്ക് പ്രസംഗിക്കാനായിട്ട് ഭയങ്കര പേടിയുള്ള ആളാണ്. പക്ഷെ നമ്മൾ കണ്ണടച്ച് ഉറങ്ങാനായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ത്രൂ ഔട്ട് നമ്മളിങ്ങനെ പ്രസംഗിക്കുക. വലിയ തോതിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ മാറ്റം വരുന്നത്? നമുക്ക് ആ പ്രസംഗിക്കാനുള്ള നമ്മളെ പേടിപ്പെടുത്തുന്ന ആ നേർവ്, നമ്മുടെ പിന്നെ ആ ഒരു സിസ്റ്റം തന്നെ റിലീസ്ഡാക്കി കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലൂസിഡ് ഡ്രീമിലൂടെ സ്ലീപ്പിലേക്ക് പോകുമ്പോൾ നല്ല ഡെപ്തിൽ നമുക്ക് ഉറങ്ങാൻ പറ്റും. പിന്നെ ഒരു പേഴ്സണൽ എംപവർമെൻറ്റിനും ഫ്രീഡത്തിനും വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു എക്സ്പ്ലോറിങ് സ്പിരിച്വൽ ഓർ എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ്, നമുക്കിതുവരെ അറിയത്തില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ലഭിക്കും, അറിവ് കിട്ടും. പിന്നെ എപ്പോഴും ലൂസിഡ് ഡ്രീം ശരിക്കും പറഞ്ഞാൽ ഒരു ഫണ്ണും അഡ്വഞ്ചറും ഒക്കെ കിടാം. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുക്കാതെ എവിടെ വേണമെങ്കിലും നമുക്ക് കയറാം, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും എത്താനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ അവയർനെസ് കൂട്ടാനായിട്ട്, പല കാര്യത്തെക്കുറിച്ചുള്ള നമ്മളുടെ അവയർനെസ് കൂട്ടാനായിട്ട്, മൈൻഡ്ഫുൾനെസ് കൂട്ടാനായിട്ട് ഇതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ബെറ്റർ ഇമോഷണൽ റെഗുലേഷൻസ്, നമുക്ക് കുറച്ചുകൂടി നല്ല പോസിറ്റീവായിട്ടുള്ള ഇമോഷൻ വരുത്താനായിട്ട്. പിന്നെ നമുക്ക് ഒരു റിഹേഴ്സലായിട്ട് റിയൽ ലൈഫ് ചാലഞ്ചിങ് സിറ്റുവേഷൻസ് നേരിടാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ പലപ്പോഴും മെമ്മറി ആൻഡ് റീകോളിങ് അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്കൊരു പുതിയ പെർസ്പെക്റ്റീവിൽ നമ്മൾ കാണുന്നു, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വീക്ഷണ കോണിൽ നമുക്ക് നോക്കി കാണാനായിട്ട് ഇത് നല്ലതാണ്. പിന്നെ എക്സ്പ്ലോറേഷൻ ഓഫ് ഡിസയേഴ്സ് ആൻഡ് ഫാൻറ്റസീസ്, നമ്മുടെ തന്നെ വലിയ ഫാൻറ്റസീസിനും
വിഷസിനും ഒക്കെ നോക്കി നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു ഇൻസൈറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഓപ്പണിംഗ് ആണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ഈ ഫോക്കസിനും കൂടുതൽ എൻഹാൻസ്ഡ് ഫോക്കസിനും അറ്റൻഷനും ഒക്കെ ഇത് വളരെ ഉപകാരമാകും. ഇത് നമ്മൾ ഇതിലേക്ക് ഈ പ്രോസസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രീം ജേണൽ വെക്കണം. ഓരോ ദിവസവും നമ്മൾ ട്രൈ ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. ഞാനിപ്പോൾ അതിവിടെ പഠിപ്പിക്കുന്നില്ല ഈ ലൂസിഡ് ഡ്രീമിങ്ങിന് ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്ന്. പക്ഷേ നമ്മൾ ആ തുടക്കത്തിൽ തന്നെ ഒരു ഡ്രീം ജേണൽ വെച്ച് ഓരോ ദിവസം കാണുന്ന ഡ്രീം അതിനകത്ത് എഴുതി വേണം പോകാനായിട്ട്. പിന്നെ ഈ പെർഫോം റിയാലിറ്റി ചെക്ക്. അപ്പോൾ റിയാലിറ്റി ചെക്ക് നമ്മൾ ചെയ്യുമ്പം നമ്മൾ കാണുന്ന സ്വപ്നമാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ചില മെത്തേഡുണ്ട്. ഇപ്പം ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞ മൂവിയിൽ കാണുന്നത് ആ ഡയസ് ഇങ്ങനെ കറങ്ങി വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് റിയാലിറ്റിയാണ്. നിൽക്കുന്നില്ല, കറങ്ങിക്കൊണ്ടേ നിൽക്കുവാണെങ്കിൽ അതിനർത്ഥം സ്വപ്നമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ലൂസിഡ് ഡ്രീമിന് നമുക്കൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇതിലേക്ക് പോകാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഈ ന്യൂമോണിക് ഇൻഡക്ഷൻ ഓഫ് ലൂസിഡ് ഡ്രീംസ് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു മെയ്സിനകത്തോടെ ഒരു വനത്തിനകത്തോടെ അല്ലെങ്കിൽ ഒരു കൊട്ടാരത്തിലൂടെ പോകുന്നതായിട്ട് വേണം നമുക്ക് സൃഷ്ടിച്ചൊക്കെ കൊടുക്കാം. പിന്നെ നമുക്കതുപോലെ തന്നെ നമുക്കൊരു പർട്ടിക്കുലർ ടൈമിന് നമ്മൾ തിരിച്ചു വരാനുള്ള അലാമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു റെഗുലറായിട്ടൊരു സ്ലീപ്പ് സ്കെഡ്യൂൾ കീപ്പ് ചെയ്യുന്നവർക്കാണ് ഇതിലോട്ട് പോകാൻ എളുപ്പം പറ്റുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ വെയ്ക്ക് ഇൻഡക്ഷൻ ലൂസിഡ് ഡ്രീംസ് ഉണ്ട്. നമ്മളൊരു പർട്ടിക്കുലർ ടൈമിൽ എഴുന്നേൽക്കുകയും വേണം. അതൊരു ടെക്നിക്കായിട്ട് വൈൽഡ് എന്ന് പറയും. പിന്നെ നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കോഫി, ടീ ഇങ്ങനത്തെ സ്റ്റിമുലൻ്റ് ഒന്നും കഴിക്കാതിരിക്കുക നല്ലത് പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെങ്കിൽ വളരെ വൈസായിട്ട് എടുത്ത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്കതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡ്രീംസിന് ചേരുന്ന രീതിയിൽ നമുക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പർപ്പസിനെ വിഷ്വലൈസ് ചെയ്യാം. പിന്നെ എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ഗുഡ് സ്ലീപ്പ് ഹൈജീൻ, അത് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് പോകാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മൾ ലൂസിഡ് ഡ്രീം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും വളരെ കാമായിരിക്കാനായിട്ട് നോക്കുക. എന്തായാലും ലൂസിഡ് ഡ്രീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, ഡ്രീമാണ് കാണുന്നത് ആ സമയത്ത് നമുക്ക് ബോധം ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൈകളിലേക്ക് നോക്കാം നമുക്ക് റിയാലിറ്റി ചെക്ക് നടത്താനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ലൂസിഡ് ഡ്രീമിങ്ങിന് ഉപയോഗിക്കാവുന്ന ഡിവൈസസും ആപ്പും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ചില കേസിനകത്ത് നമുക്ക് ചില ഓട്ടോ സജഷൻ ടെക്നിക്സ് ഉപയോഗിക്കാം. അതിന് ക്രിയേറ്റീവ് ആക്ടിവിറ്റീസിന് വേണേൽ ഉപയോഗിക്കാം. ഡ്രീമിൻ്റെ റീകോൾ ടെക്നിക്സ് നമുക്ക് അവിടെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഡ്രീമിനെ കുറിച്ച് റെഗുലറായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്കൊരു പെർസിസ്റ്റൻറ്റ് ആൻഡ് പേഷ്യൻ്റ് ആയിട്ടുള്ള ആക്ഷൻ ഫോർ ഈ പറഞ്ഞ ലൂസിഡ് ഡ്രീമിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ദിവസം മുഴുവൻ നമ്മൾ എൻജോയ് ചെയ്യുകയോ ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉറക്കവും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ അപൂർവമായിട്ടുള്ളൊരു ഇതാണ്. അതിനൊരു ക്ലാസ് വരുന്നുണ്ട് ലൂസിഡ് ഡ്രീമിങ്ങിൻ്റെ. ഇരുന്നിട്ടല്ല, കൂടുതൽ നേരം കിടന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ അറിയിക്കുന്നുണ്ടാവും, യൂട്യൂബിൽ കിടത്താൻ അറിയിക്കുന്നുണ്ടായിരിക്കും. ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് അപ്പം അനുഭവിക്കാം. ഓൾ ദി ബെസ്റ്റ്.